ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 3 തരത്തിലുള്ള കുറവുകളാണ് ഉണ്ടാകുന്നത്. ഒന്നാമത്തത്, രാജ്യത്തിന്റെ ആകെ വരുമാനത്തിൽ സംസ്ഥാനത്തിനുള്ള ഓഹരി തുടർച്ചയായി പരിമിതപ്പെടുത്തുകയാണ്. ആ പരിമിതപ്പെടുത്തൽ കൊണ്ടുവരുന്നതാണ് ഒന്നാമത്തെ കുറവ്. യൂണിയൻ സർക്കാർ ഏകപക്ഷീയമായാണ് ധനകാര്യ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ തീരുമാനിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ നിർദ്ദേശങ്ങൾ അവയിൽ ഉൾപ്പെടുത്താറില്ല. ഓരോ ധനക്കമ്മീഷനും കഴിയുമ്പോൾ കേരളത്തിലെ നികുതി കുത്തനെ ഇടിയുകയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം ഉൾപ്പെടെ പല മേഖലകളിൽ കേരളം കൈവരിക്കുന്ന വലിയ നേട്ടങ്ങൾ അവ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം കുറവ് വരുത്തലിനെ ന്യായീകരിക്കുന്നത്. ജനസംഖ്യാ നിയന്ത്രണത്തിൽ നല്ല നേട്ടം കൈവരിച്ച സംസ്ഥാനമാണ് കേരളം. പക്ഷേ ആ നേട്ടം സംസ്ഥാനത്ത് തന്നെ ശിക്ഷയായി മാറുകയാണ്. നേട്ടത്തിന്റെ പേരിൽ വിഹിതം കുറക്കുന്നു. നേട്ടങ്ങൾ പരിരക്ഷിക്കണമെങ്കിൽ പണം വേണ്ടേ? പുതുതലമുറ പ്രശ്നങ്ങൾ നേരിടണമെങ്കിൽ അതിനും പണം വേണ്ടേ? അത് തരാൻ തയ്യാറല്ല. നേട്ടത്തിന് ശിക്ഷ, ഇത് ലോകത്ത് മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത പ്രതിഭാസമാണ്. രണ്ടാമത്തേത്, കേരളത്തിന് യൂണിയനിൽ നിന്ന് വിവിധ ഇനങ്ങളിൽ ലഭിക്കേണ്ട തുകകൾ വൈകിക്കുകയാണ്. ഇത്തരം വൈകിക്കൽ മൂലം ഉണ്ടാകുന്ന കുറവുണ്ട്. ഇന്നത്തെ നിലക്ക് യൂണിയനിൽ നിന്ന് കേരളത്തിൽ ലഭിക്കാനുള്ള തുകകൾ: UGC ശമ്പള പരിഷ്കരണം 750 കോടി രൂപ, തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വികസന ഗ്രാന്റ് 1921 കോടി രൂപ, നെല്ല് സംഭരണം ഉൾപ്പെടെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടത് 1100 കോടി രൂപ, വിവിധ ദുരിതാശ്വാസങ്ങൾക്കുള്ളത് 139 കോടി രൂപ, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് 69 കോടി രൂപ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് സ്പെഷ്യൽ അസിസ്റ്റൻസ് കാപെക്സ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന 3000 കോടി രൂപ. അങ്ങനെ ആകെ 7490 കോടി രൂപ. ഫണ്ട് ട്രാൻസ്ഫറുകളുമായി ബന്ധപ്പെട്ട് എല്ലാ സംസ്ഥാനങ്ങളും ഇത്തരത്തിലുള്ള പ്രതിസന്ധിയാണ് നേരിടുന്നത്. UGC ഫണ്ട് കാര്യത്തിൽ കേരളം നേരിട്ടൊരു വൈഷമ്യം. UGC ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയതും ശമ്പളം വിതരണം ചെയ്തതും കേന്ദ്ര നിർദ്ദേശം അനുസരിച്ചാണ്. എന്നാൽ ആ തുക പോലും നിഷേധിക്കുകയാണ് ചെയ്തത്. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് വൈകിയതുകൊണ്ട് ചെലവാക്കിയ തുക തരില്ല എന്ന ന്യായമാണ് കേന്ദ്രം പറയുന്നത്. സർട്ടിഫിക്കറ്റ് വൈകുമ്പോൾ തുക തരുന്നത് വൈകുന്നത് മനസ്സിലാക്കാം. പക്ഷേ ആ കാരണം കൊണ്ട് തുക തന്നെ തരില്ല എന്ന് പറഞ്ഞാലോ? 750 കോടി രൂപയാണ് ഈ രീതിയിൽ നഷ്ടപ്പെടുന്നത്. ഇതേ വിധത്തിലാണ് മറ്റുള്ള കാര്യങ്ങൾ. മൂന്നാമത്തേത്, ഭരണഘടനയെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് വായ്പയെടുക്കൽ പരിമിതപ്പെടുത്തുന്നു. അതുകൊണ്ട് സംസ്ഥാനത്തിനുണ്ടാകുന്ന കുറവുണ്ട്. കിഫ്ബിയും KSSPL-ഉം രൂപീകരിക്കപ്പെട്ടത് സംസ്ഥാനത്തിന്റെ വികസനക്ഷേമ ഇടപെടലുകൾ കാര്യക്ഷമമാക്കാനാണ്. ബജറ്റിന് പുറത്തുള്ളതാണ് ഈ സ്ഥാപനങ്ങൾ എടുക്കുന്ന കടങ്ങൾ. പക്ഷേ അവയെ സംസ്ഥാനത്തിന്റെ പൊതുകടത്തിന്റെ ഭാഗമായി കണക്കാക്കുകയാണ്. ഇതിനാണെങ്കിൽ മുൻകാല പ്രാബല്യം വരുത്തുകയാണ്. 2016-17 മുതൽ 2023-24 വരെയുള്ള 7 സാമ്പത്തിക വർഷങ്ങളിൽ 1,07,513 കോടി രൂപയുടെ നഷ്ടമാണ് കേരളത്തിന് ഉണ്ടായിട്ടുള്ളത്. 15ാം ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾക്ക് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിക്കുകയും യൂണിയൻ സർക്കാർ തന്നെ അവ
പാർലമെന്റിനെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഈ നിർദ്ദേശങ്ങൾക്ക് ഘടകവിരുദ്ധമായാണ് മുൻകാല പ്രാബല്യത്തോടെ കേരളത്തിന്റെ വായ്പാ പരിധിയെ പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ചുരുക്കത്തിൽ യൂണിയൻ സർക്കാർ പാർലമെന്റ് നൽകിയിട്ടുള്ള ഉറപ്പിനെ തന്നെ ലംഘിക്കുകയാണ്. നമുക്കറിയാം, പല കാര്യങ്ങളിലും നല്ല പ്രകടനം കേരളം കാഴ്ചവെക്കുന്നുണ്ട്. ആ കേരളത്തിനെതിരെ പ്രത്യേക രീതിയിലുള്ള സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്ന നിലയാണ് ബോധപൂർവം കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടാകുന്നത്. യൂണിയൻ സർക്കാർ പിന്തുടരുന്ന രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങൾ അതേ രീതിയിൽ പിന്തുടരാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. ആ കാരണം വെച്ച് കേരളത്തെ അവഗണിക്കുന്നുവെന്നാണ് ബഹുജനങ്ങൾ കണക്കാക്കുന്നത്. തീർത്തും ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് ഇത്. സംസ്ഥാനത്ത് ജനങ്ങൾ തള്ളിക്കളഞ്ഞ, ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ട നയങ്ങൾ സംസ്ഥാനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കാനാണ് യൂണിയൻ സർക്കാർ ശ്രമിക്കുന്നത്. സംസ്ഥാനങ്ങളിൽ നടപ്പാക്കേണ്ട പദ്ധതികൾക്കുമേൽ യൂണിയൻ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല.